ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്ക വിളിച്ചിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതാ വീട്ടിൻ്റെ മുന്നിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു ഗൈസ്. ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് ഇതെന്ന്. പിന്നെയാണ് പറഞ്ഞത് ഇത് കാർഗോ ആണ്, അവിടുന്ന് ഇക്ക കൊടുത്തയച്ചതാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കാർഗോ ഒക്കെ കൊടുന്നു. അത് ഐസിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് ഉള്ളിലൊക്കെ കൊടുന്ന് വെച്ച് തന്നു. കാരണം കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്കത് ഹെൽപ്ഫുൾ ആവുമല്ലോ. ശേഷം ഞാനും ഹൈസിനും അത് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇക്കാൾക്ക് എന്തായാലും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയുള്ളത് അൺബോക്സ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. പൊതുവേ സർപ്രൈസ് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആളാണ് എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിലൊരു സാധനം ഞാൻ ഇക്കാന്തി എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാൾ ഓർത്ത് വെച്ചിട്ടാണ് നമുക്കിവിടെ അയച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അൺബോക്സിങ് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് അവർ അത് സെക്യൂർ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഹൈസിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓൾറെഡി ഒരു പാർട്ടിൽ ഡാമേജ് ആയിട്ടുണ്ട്. അത് കവർ ചെയ്യാനാണ് തോന്നുന്നു സെപ്പറേറ്റ് ഒരു ടാർപ്പായി പോലത്തെ ഒരു ഷീറ്റും കൊണ്ട് അവർ ഒന്നും കൂടി കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് മെനക്കെട്ടു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതും കൂടി ആയതുകൊണ്ടാണ് ഇത്ര ലാഗായത്. അത് ഞങ്ങൾ പെട്ടെന്ന് തുറന്നു. പിന്നെ ഹൈസ് ഇവിടെ വലിച്ച് തുറക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ മേലത്തെ ടാർപ്പായി ഏകദേശമൊക്കെ പോയപ്പോഴാണ് പിന്നെ ഉള്ളിലുള്ള ഇനി ഈ കാർഡ്ബോർഡ് തുറക്കുക. ഇത് ഭയങ്കര സെക്യൂറായിട്ട് അവർ പിൻ ചെയ്തിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തന്നെ ഒരു ഭാഗം ചെറുതായിട്ട് കുതിർന്ന് പോയിട്ടുണ്ട്. പൊട്ടിയതല്ല, വെള്ളമൊക്കെ തട്ടി ഒന്ന് കുതിർന്ന പോലെ. പിന്നെ ഞങ്ങൾ ഇത് കത്രിക കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ നേരെ അത് കത്തിയിലോട്ട് മാറ്റി. കത്തിയും കൊണ്ടാണ് പിന്നെ ഫുൾ കട്ട് ചെയ്തത്. അങ്ങനെ അവസാനം നമ്മൾ അത് തുറക്കുകയാണ് ഗൈസ്. തുറന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുൻകൂട്ടിക്കാണ്ട് പറഞ്ഞൊരു ഐറ്റം തന്നെ ആയിരുന്നു. അതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഹെയർ ഫ്രയർ. ഇത് ഞാൻ കുറേ കാലം മുന്നേ കണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സന്ദർഭത്തിൽ കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഹൈസി ആ കുതിർന്ന ഭാഗത്തുനിന്ന് കൈയിട്ടിട്ട് കണ്ടോ പല സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം ഇത് അൺബോക്സ് ചെയ്യാൻ നിന്നു. കാരണം ഇതിൻ്റെ ടെക്നിക്സ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ഹൈസി അതിലോട്ട് തിരിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റെഡ് കളറൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളതൊന്ന് കുക്ക് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ബ്രെഡൊക്കെ വെച്ചിട്ട് ഞങ്ങളത് റസ്ക് പോലെ ആക്കാൻ നോക്കി. പക്ഷേ അതേപോലെ റസ്ക് പോലെ നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടി. ഇവിടെ ഞാൻ അതിൻ്റെ ഹൈസി കഴിക്കണ വീഡിയോയും കൂടി ആഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. സൗണ്ട് കേൾക്കാം, കടിക്കും.